അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും വലിയ ദുഷ്ടത കാണിച്ചവൻ ഇപ്പോഴെങ്കിലും നിയമത്തിന്റെ പിടിയിലായതിൽ സന്തോഷിക്കുക വേണ്ടത്. തെളിവെടുക്കാൻ അവൻ ഇടയും കൊണ്ടുവരും. ഈ മുറ്റത്ത് നാട്ടുകാർ കൂടും. എല്ലാവരുടെയും മുന്നിൽ വെച്ചേ ഞാനവന് ശരിക്കൊന്ന് കൊടുക്കും. ഗിരി, അതെ അമ്മേ. പ്രോസിക്യൂഷൻ സാക്ഷിയായി എന്നെയും ചേർക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ അവനെതിരെ ഞാൻ തെളിവ് കൊടുക്കും. പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കും. തൂക്കുകയറെങ്കിൽ തൂക്കുകയറ്. നീ ഒന്ന് വെറുതെ ഇരിക്കുക ഗിരി. അമ്മയ്ക്കെന്താ കുറച്ചു ദിവസം വെച്ചു വിളമ്പിയതിന്റെ സ്നേഹമാണോ? പാമ്പിനാ നമ്മൾ പാല് കൊടുത്തത്. അല്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. പാമ്പിനെ ഇവന്റെ അത്ര വിഷം കാണില്ല. അമ്മേ, മീരയുടെ മുഖം അമ്മയ്ക്കോ എനിക്കോ മറക്കാൻ പറ്റുമോ? ഇവിടെ അവൻ നന്നാവാൻ വേണ്ടി വന്ന നാളെ മുതൽ അവന്റെ പ്ലാനിങ് ഇതിനു വേണ്ടിയായിരുന്നു. പുസ്തകം കൊടുക്കാൻ കൊണ്ടുപോയതും മീരയുടെ ജന്മദിനത്തിന് ഗിഫ്റ്റ് കൊടുത്തുമൊക്കെ ഇതിനൊക്കെയുള്ള മുന്നൊരുക്കായിരുന്നു. അവന് വെച്ച് വിളമ്പിയതുകൊണ്ട് അവനോട് സ്നേഹമല്ല, എന്നോട് തന്നെ എനിക്ക് ദേഷ്യമാ. എന്തിനാ? അമ്മ എന്ത് ചെയ്തിട്ടാ? നീ പലവട്ടം പറഞ്ഞിട്ടും ഞാനത് കേട്ടില്ല. അവൻ ഈ വീട്ടിൽ നിർത്തണ്ടായിരുന്നു. അതിപ്പോ ഇങ്ങനെയൊക്കെ അവന്ന് കരുതിയതല്ലോ. പോട്ടെ. അവൻ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞാനും കൊടുക്കുവരണം. ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് മാത്രമല്ല, കുറച്ച് പാവം മനുഷ്യരെ കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്തില്ലേ? എടാ, ഇതിന്റെ പേരില് ചന്ദ്രോത്തുകാർക്ക് നമ്മളോട് ദേഷ്യം തോന്നൂ. അവരുടെ തീരുമാനങ്ങൾ മാറും ഇനി. അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. പ്രാഞ്ചിയുടെ ബന്ധുക്കൾ എന്ന നിലയ്ക്ക് അവർ തീരുമാനം മാറ്റുകയാണെങ്കിൽ മാറ്റട്ടെ. രജനിയെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചയക്കണ്ടെന്ന് പ്രഭയാന്റി വാശി പിടിക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതുമാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ എന്റെ ചിന്ത. ബാക്കിയൊക്കെ പിന്നെ. എല്ലാം ചെയ്തു വെച്ചിട്ട് എത്ര തന്ത്രപരമായിട്ടാണ് അവൻ വിദേശത്തേക്ക് കടക്കാൻ നോക്കിയത്. അവന്റെ അപ്പുറത്തെ ബുദ്ധിയാ പോലീസിനെന്ന് അവനറിഞ്ഞില്ല. ആ വസുന്ധര IPS സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. തന്നെ ഇനി എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. താങ്ക് യു സർ. താങ്ക് യു. താൻ ഇരിക്കടോ. പ്രതിയെ കണ്ടുപിടിച്ചു എന്നതിലപ്പുറം തന്നെ പ്രശംസിക്കേണ്ടത് മറ്റു ചില കാര്യങ്ങളിലാണ്. തന്റെ നിശ്ചയദാർഢ്യം അതെടുത്തു പറയേണ്ട കാര്യം തന്നെയാണോ? അന്വേഷണത്തിനിടയിൽ മീഡിയക്കാർ, രാഷ്ട്രീയക്കാർ, പൊതുരംഗത്തുള്ള മറ്റുള്ളവരൊക്കെ തന്നെ എല്ലാവരും തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു. സോഷ്യൽ മീഡിയകളുടെ അപമാനവും അവഹേളനവും നേരിട്ടു. പക്ഷേ താൻ പതറിയില്ല. നന്ദനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ദേവിയെ മനഃപൂർവ്വം സംരക്ഷിക്കുകയല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിലും താൻ പരിഭ്രമിച്ചില്ല. കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും താൻ ഒറ്റ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ഒരിക്കലും ഒരു പ്രതിയെ സൃഷ്ടിച്ചെടുത്ത് അറസ്റ്റ് ചെയ്യില്ല എന്ന്. യഥാർത്ഥ കുറ്റവാളിയുടെ കയ്യിലായിരിക്കും വിലങ്ങ് വെക്കുന്നതെന്ന് പറഞ്ഞതിലും താൻ വാക്കുപാലിച്ചു. സാറും വാക്കുപാലിച്ചു. മുകളിൽ നിന്ന് എന്തൊക്കെ സമ്മർദ്ദം വന്നിട്ടും എന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി സാറ് പറഞ്ഞത് സാറും പാലിച്ചു. അതുകൊണ്ട് സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. ആൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.